ഇന്ന് കുറച്ച് ബിരിയാണി റൈസ് ഉണ്ടാക്കി. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ നല്ല ടെൻഷൻ അടിച്ചുണ്ടാക്കിയതാ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ടെൻഷൻ അടിക്കാനുള്ള കാരണം ഇത് പച്ചരിയിലാണ് ഉണ്ടാക്കിയത്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അതിനുവേണ്ടി കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയിലൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 സവോള ചെറുതായിട്ടായിരുന്നതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. ആ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും പിന്നെ 2 പച്ചമുളക് കീറിയതും ഒരു തക്കാളി അരിഞ്ഞതോട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അന്ന് നന്നായിട്ട് വഴണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ ഷെയ്ഡായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കും. ആ ഇളക്കി വെച്ച് കഴിയുമ്പോൾ ആ നിറമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചരി, 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് 2 ഗ്ലാസ് പച്ചരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അപ്പം നല്ല അടിപൊളി ബിരിയാണി ഒരൊറ്റ വിസിൽ കൊണ്ട് റെഡി.